Hi dears, it's me MS from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ. യെസ്, തമ്പനയിൽ കണ്ടിന്യൂറ്റ് വന്നതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സാറേ 9ാം ക്ലാസ്സിൻ്റെ ഓണപ്പരീക്ഷ ഇല്ലേ സാർ? എടാ ഡോണ്ട് വറി. എനിക്കറിയാം നിങ്ങൾക്ക് നല്ല സന്തോഷകരമായുള്ളൊരു വാർത്ത തന്നെയാണ് ഓണം എക്സാം ഇല്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷ വാർത്ത വരാനുള്ള കാരണം? ഒരു സന്തോഷം വരാനുള്ള കാരണം എന്താ? കാര്യം പൊതുവെ എല്ലാ കുട്ടികൾക്കും പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. കേട്ടിട്ടില്ലേ, പരീക്ഷ ദുഃഖമാണുണ്ണീ, കോപ്പിയടിയല്ലോ സുഖപ്രദം എന്നാരും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കേട്ടിട്ടുമില്ല, കണ്ടിട്ടില്ല, നിങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നാളെ പോയി ടീച്ചേഴ്സിനോട് പറയാൻ നിൽക്കണ്ട MS അങ്ങനെ പറഞ്ഞെന്നുള്ളത്. സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ ക്ലാസ്സിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സ് വന്നിട്ട് എടാ ഈ കൊല്ലം ഓണം എക്സാം ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ, അല്ല ഈ കൊല്ലം ഓണം എക്സാം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അതിനൊരു റീസൺ ഉണ്ട്. എടാ ഈ ടീച്ചേഴ്സ് വെക്കേഷനിലൊക്കെ ക്ലസ്റ്റർ മീറ്റിങ്ങിൽ പങ്കെടുക്കും. അതായത് അധ്യാപകരുടെ ഒരു കൂടിച്ചേരലാണത്. കേരളത്തിലെ മുഴുവൻ അധ്യാപകരും കൂടിച്ചേരുന്ന മീറ്റിംഗാണ് ക്ലസ്റ്റർ മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ക്ലസ്റ്റർ മീറ്റിങ്ങിൽ ടീച്ചേഴ്സ് സംസാരിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് എന്ത് ചെയ്യണ്ട, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എന്ന രീതിയിലുള്ള ഒരു 2-3 എക്സാമുകൾ നടത്തുന്നതിന് പകരം ഒരു ഡിഗ്രിയൊക്കെ പോലെ സെം എക്സാം ആക്കിക്കൂടെ എന്നുള്ള ഒരു സജഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളൊരു പരീക്ഷ എഴുതുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടേം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പബ്ലിക് എക്സാമിലേക്ക് പോവുക. ഇങ്ങനെ 2 പരീക്ഷകൾ ആക്കിയാൽ പോരെ എന്നുള്ള ഒരു സജഷൻ മുന്നോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചില അധ്യാപകർ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലസ്റ്റർ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തത് കൊണ്ട് തന്നെ പല അധ്യാപകരിലേക്കും ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് അധ്യാപകർ കുട്ടികളിലേക്കും ഇത് എത്തിയിട്ടുണ്ട്. നിലവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ചർച്ച മാത്രമായിരുന്നു, അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇനി അത് ഔദ്യോഗികപരമാക്കണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലർ പുറത്തേക്ക് വരണം. എന്ത് സർക്കുലർ? ഈ വർഷം മുതൽ ഓണപ്പരീക്ഷയില്ല, പകരം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരണം. അല്ലെങ്കിൽ ഈ വർഷം 2 പരീക്ഷകളാണ് ഉണ്ടാവുക, അതൊന്ന് ഇന്ന മാസമായിരിക്കും, ഒന്ന് ഇന്ന ടൈമിലും ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ വരണം. അങ്ങനെ ഒരു സർക്കുലർ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ 2-ാം തീയതി രാത്രി 9:50 സമയത്താണ്. ഓക്കെ, ഈ ജൂലൈ 2 9:50 സമയം വെച്ച് ഞാൻ പറയുന്നു, ഇതുവരെ അത്തരമൊരു സർക്കുലർ വന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴാണോ ഓണപ്പരീക്ഷ എഴുതിയത് അതുപോലെ തന്നെ ഈ കൊല്ലവും ഓണപ്പരീക്ഷ ഉണ്ട്. അതായത് ഓണം സെപ്റ്റംബറിലാണ് വരുന്നത്, സെപ്റ്റംബർ 4-ാണ് ഓണം വരുന്നത്. അതിന് തൊട്ട് മുന്നേ 10 ദിവസം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഓണം എക്സാം നടക്കുക. ഏകദേശം ഓഗസ്റ്റ് 16-ന് ശേഷം അല്ലെങ്കിൽ ഓഗസ്റ്റ് 18-ന് ശേഷം ഈ വർഷം ഓണപ്പരീക്ഷ നടക്കും എന്നതാണ് ശരിക്കുള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, അതായത് ഈ വർഷം ഓണപ്പരീക്ഷയായിട്ട് ഓണത്തിന് മുന്നേ നടത്തേണ്ട, പകരം സെപ്റ്റംബർ ഒക്ടോബറിൽ പാദവാർഷിക പരീക്ഷ നടത്താം എന്നുള്ള ഒരു ഔദ്യോഗിക തീരുമാനം വരികയാണെങ്കിൽ അത് ഈ മാസം ജൂലൈ 31-ന്റെ ഉള്ളിലായിരിക്കും വരിക. ഇന്ന് 2 ആയിട്ടേ ഉള്ളൂ, ഇനിയും 29 ദിവസം മുന്നിലുണ്ട്. അതിലെപ്പോഴെങ്കിലും ഇത്തരം ഒരു തീരുമാനം വന്നെങ്കിലായി. പക്ഷെ നിലവിൽ ഞാൻ കേട്ടെടുത്തോളം ആ ഒരു പരിപാടി, അതായത് എക്സാം 2 തവണയാക്കുന്ന, അല്ലെങ്കിൽ എക്സാം ഓണപ്പരീക്ഷ അല്ലാതെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഒരു പാദവാർഷിക പരീക്ഷ നടത്തുന്ന എക്സാം മേ ബി അടുത്ത വർഷത്തേക്കായിരിക്കും തീരുമാനം ആക്കുന്നുണ്ടാവുക. കാര്യം ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്നും അറിയില്ല. ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് കംപ്ലീറ്റ് കുട്ടികളും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം മാറിയ ടെക്സ്റ്റ് ബുക്കാണ്. ഈ കൊല്ലവും പുതിയ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതേ ഉള്ളൂ. കുട്ടികളെല്ലാം ക്ലിയർ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വർഷവും എന്താണ് തീരുമാനം എന്നുള്ളത് നമ്മൾ ജൂലൈ 31 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങളൊന്ന് ആഗ്രഹം പറയട്ടോ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഓണപ്പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടോ അല്ലേ എന്നുള്ളത് കേട്ടോ. നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്താലും ഞാനത് വായിക്കും. എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് പറയാം, MS-ന്റെ 9th ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിൽ ലൈവും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് യൂസ്ഫുൾ ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സോ ഇത്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. MS from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.